ഇടക്കൊച്ചിയിൽ ഇനിയുള്ള 7 ദിനങ്ങൾ മന്ത്രധ്വനികളുടെയും ഭാഗവത പാരായണത്തിന്റെയും ഭാഗവത സപ്താഹത്തിന്റെയും ദിനങ്ങളാണ്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. സാമൂഹിക പ്രവർത്തകൻ വേണുഗോപാൽ വേമ്പള്ളിൽ ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂർ മുൻ മേൽശാന്തി ഏഴിക്കോട് സതീശൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏറ്റുമാനൂർ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ തന്ത്രികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഭഗവാനെ ഒരു നോക്ക് കാണാൻ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഗുരുവായൂരൊക്കെ പോയാൽ നിങ്ങൾക്കറിയാം, ഭഗവാനെ ഒന്ന് കാണണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കുറേ നേരം നിന്ന് ക്യൂ നിൽക്കണം. ക്യൂ നിന്നാൽ തന്നെ അവിടെ ചെന്നാൽ ഒരു നോക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. കണ്ട് നമുക്കൊന്ന് തൊഴുത് ഇത്ര നേരം ക്യൂ നിന്നിട്ട് ഒരു സെക്കൻഡ് പോലും കണ്ട് തൃപ്തി വരാൻ പറ്റാതെ മടങ്ങി വരണം. അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഈ 7 ദിവസവും നമ്മൾ ഈ അമ്പലത്തിൽ ഭഗവാനിവിടെ നിങ്ങളോടൊപ്പം കളിയാടിക്കൊണ്ടിരിക്കുക, നിങ്ങളോടൊപ്പം ഈ ഭാഗവത സപ്താഹം കേട്ടുകൊണ്ടിരിക്കുക, അത് നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ വെറും തപസ് മാത്രമായിട്ട് നിൽക്കുകയാണ് മേൽശാന്തി ചെയ്യേണ്ടത്. ഇനി ഇത് ഒരു ഭാഗത്തുള്ള വിഷമങ്ങളാണ്. മറ്റൊരു ഭാഗത്തുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ വളരെയധികം ചൂടാണുള്ളത്. ഈ ഭൂമിയിലെ കൈലാസം വളരെ ശൈത്യമാണെങ്കിൽ ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂർ അത്യുഷ്ണമാണ്. ഏകദേശം ഒരു 70 ഡിഗ്രിയൊക്കെ ചൂട് ഇവിടെ ഉണ്ടാവും. അതായത് കുളിച്ച് ശുദ്ധമായി പുതിയ വസ്ത്രം ധരിച്ച് അകത്ത് കയറി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മുണ്ടൊക്കെ അങ്ങനെ പിഴിയാറാവും. അതുപോലെ അത്രയും വെള്ളം, അത്രയും വേർപ്പുണ്ടാവും, അത്രയും ചൂടുണ്ടാവും. ആ ഗുരുവായൂരപ്പൻ്റെ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട്, മണിക്കിണർ എന്നാണ് അതിന് പറയുക. മണിക്കിണറിൽ വെള്ളമാണ് ഗുരുവായൂരപ്പൻ്റെ അഭിഷേകത്തിനും നിവേദ്യത്തിനും ഒക്കെ എടുക്കുന്നത്. ആ മണിക്കിണറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നട്ടുച്ച സമയത്ത് പോലും അത് ഒരു ഫ്രിഡ്ജ് വാട്ടർ പോലെയാണ്, വളരെ തണുപ്പാണ്. എനിക്ക് ഗുരുസ്ഥാനീയനായ ശ്രീ കൈതപ്രം തിരുമേനിയും നമ്മെ വിട്ടുപോയ നമുക്ക് അയൽവാസിയായ അർജുനൻ മാഷുമൊക്കെ പങ്കെടുത്ത മീറ്റിംഗ് ഞാൻ ഓർക്കാം. ഭാഗവതത്തിൻ്റെ മഹത്വം അറിയാൻ അന്ന് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന ഒരു വലിയ സദസ്സും എൻ്റെ മനസ്സിലുണ്ട്. രമേശൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ക്ഷേത്രകാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഭാഗവത കുടുംബം വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് രമേശൻ. ക്ഷേത്രത്തിൽ ഉണ്ടായ മാറ്റങ്ങളും വളരെ ഭംഗിയായി ശ്രീകൃഷ്ണ ധർമ്മ പരിപാലന യോഗം കണ്ണിലെ കൃഷ്ണമണി പോലെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമിയെ കാത്തരുളുന്ന കാര്യമൊക്കെ രമേശൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം നമുക്ക് സമ്മാനിച്ചത് വേദവ്യാസ മഹർഷിയാണ്. ഈ വേദവ്യാസ മഹർഷിയുടെ പൂർവ്വജന്മത്തെ പറ്റി ആചാര്യന്മാർ പറയാറുണ്ട്. വേദവ്യാസ മഹർഷി തൻ്റെ പൂർവ്വജന്മത്തിൽ ആപദുദ്ധർ എന്ന് പറയുന്ന ഒരു ഋഷിയായിരുന്നു. അദ്ദേഹം ഹിമാലയത്തിലാണ് വസിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ പറ്റി അധികം പരാമർശമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സമൂഹത്തിലിറങ്ങി വളരെ വലിയ പ്രവർത്തനങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ചെയ്തില്ല. യജ്ഞാചാര്യൻ ഭാഗവത ചൂടാമണി ഡോക്ടർ പുളിക്കൽ സുനിലിന്റെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികളായ MK സ്റ്റാലിൻ, NK ഘോഷ്, KR ബാബു, രാകേഷ് PK, NV മണി, മിറാഷ് CD, അനിൽകുമാർ KT തുടങ്ങിയവരാണ് സപ്താഹ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത്. മെയ് 12-ാം തീയതിയാണ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കുന്നത്. എല്ലാവരെയും ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രം ഭാരവാഹികൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം. റെഡ് ജൻ റെബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.